അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. തഫ്ഹീമു തിലാവയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. കള്ളികളിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് പദങ്ങൾ പൂർത്തിയാക്കുക. അവിടെ 7ഓളം വാക്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ചില വാക്കുകളൊന്നും അവിടെ എഴുതിയിട്ടില്ല. ആ എഴുതാനുള്ള വാക്കുകൾ ഒരു ബോക്സിലുണ്ടാകും. ഓരോന്നിനോട് യോജിച്ചത് എടുത്തെഴുതുക. ഒന്നാമത്തത് ഡാഷ് ദുൻ എന്നാണ്. ഡാഷ് ദുൻ. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? ല ആണോ, അല്ലെങ്കിൽ മായാണോ, അല്ലെങ്കിൽ ബ, യ, സ, ത, വ, ഏതാണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്? എല്ലാവർക്കും അറിയാം, ദുൻ എന്ന് കണ്ടാൽ അവിടെ വേണ്ടത് ഒരൊറ്റ അക്ഷരമാണ്. അതേതാണ്? യ എന്നുള്ളതാണ്. യദുൻ. അപ്പോൾ അവിടെ യ എഴുതി കൊടുക്കുക. യ എന്ന് എഴുതി കൊടുക്കുക. യദുൻ എന്നാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഡേഷ് മഖുൻ. അപ്പം നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? സ എന്നുള്ളതാണ് അല്ലേ? അപ്പം അത് കൂട്ടി വായിക്കുമ്പോൾ സമക്കുൻ. സമക്കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണ് അല്ലേ? അപ്പോൾ അവിടെ സമക്കുൻ എന്നാണ് എഴുതാനുള്ളത്. മൂന്നാമത്തത് ഡാഷ് റ് ഡാഷ് റുൻ. അപ്പം നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? മ എന്നുള്ളതാണ് അല്ലേ? രണ്ട് സ്ഥലത്തും ആദ്യത്തതും രണ്ടാമത്തതും മായാണ് എഴുതാനുള്ളത്. മർ മറുൻ. മർ മറുൻ എന്നാണ് അവിടെ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ വരിക. നാലാമത്തത് ഡാഷ് ഉർദുൻ. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് എഴുതേണ്ടത്? വർധുൻ അല്ലേ? വാ ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വരും? വർധുൻ എന്ന് വരും. ഇനി അഞ്ചാമത്തത് ഡാഷ് ബിനുൻ. ഡാഷ് ബിനുൻ. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കാനുള്ളത് ഏതാണ്? ല എന്നുള്ളതാണ്. കൂട്ടി വായിക്കുമ്പോൾ ലബിനുൻ. എന്താണ്? ലബിനുൻ. ഇനി ആറാമത്തത് ഡാഷ് മ്രുൻ. ഡാഷ് മ്രുൻ. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കാനുള്ളത് ഏതാണ്? ത ആണ് അല്ലേ? അപ്പോൾ ത എന്ന് അവിടെ കൊടുക്കുക. എന്നിട്ട് തമ്രുൻ. ത കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വായിക്കുക? തമ്രുൻ. ഇനി ഏഴാമത്തത് ഡാഷ് ഇത്തുൻ. അപ്പോൾ നമ്മൾ അവിടെ ഏതാണ് കൊടുക്കാനുള്ളത്? ബ എന്നുള്ളതാണ്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ ബൈത്തുൻ. അപ്പോൾ ഒന്നാമത്തത് യദുൻ, രണ്ടാമത്തേത് സമക്കുൻ, മൂന്നാമത്തേത് മർമറുൻ, നാലാമത്തേത് വർദുൻ, അഞ്ചാമത്തേത് ലബീനുൻ, ആറാമത്തേത് തമ്രുൻ, ഏഴാമത്തെ ബൈത്തുൻ. ഇനി ചിത്രത്തിൻ്റെ അറബിയിലുള്ള പേര് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? ഒരു മീനാണ് അല്ലേ? അപ്പോൾ ആ മീനിൻ്റെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? സമക്കുൻ. എന്താണ്? സമക്കുൻ. അപ്പോൾ അവിടെ സമക്കുൻ എന്ന് എഴുതി കൊടുക്കുക. അടുത്തതോ ഒരു പൂവാണ് അല്ലേ? ആ പൂവിന് എന്താണ് പറയുക? വർധുൻ. എന്താണ്? വർധുൻ. അപ്പോൾ അവിടെ വർധുൻ എന്ന് എഴുതുക. അടുത്തതോ മർമറുൻ. എന്താണ് എഴുതാനുള്ളത്? മർമറുൻ. ഇനി അവസാനത്തത് കബിദുൻ. നമ്മളൊക്കെ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അവിടെ കബിദുൻ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.